എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുകയാണ്, ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അല്ലെ, സ്നാപയോനൻ ഭക്ഷണം ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായിട്ട് വന്നു, അവൻ പിശാചുബാധിതനാണെന്ന് തലമുറ പറഞ്ഞു. മനുഷ്യപുത്രനാകട്ടെ ഭക്ഷണം കഴിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായിട്ട് വന്നു. അപ്പോൾ അവർ പറയുന്നു, അവൻ ഭോജനപ്രിയനാണ് എന്ന് പറയും, പാപിയുടെയും ചുമക്കാരുടെയും സ്നേഹിതനാണ് എന്നൊക്കെ പറഞ്ഞ് അവന് കുറ്റം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു തലമുറ, അല്ലെ. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാനും അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവപുത്രനായ ഈശോയുടെ ജീവിതത്തിൽ പോലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. ആ സമൂഹത്തില് ഈശോ ചെയ്ത കാര്യത്തിന് പോലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ആളുകൾ. ഇത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ നമുക്ക് നൽകേണ്ടതാണ്. കാരണം എന്താണ്, എൻ്റെ ജീവിതത്തില് രണ്ടാളെന്നെ കുറിച്ച് കുറ്റം പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുള്ള ഒരാളാണെങ്കിൽ ഈശോ പറയുകയാണ്, ഇവിടുത്തെ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള ഒരുവൻ വന്നിട്ട് അവനിൽ പോലും കുറ്റം കണ്ടെത്താനായിട്ട് ആളുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവരെ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുകയാണ്, ദൈവപുത്രനിൽ പോലും, അല്ലെങ്കിൽ പ്രവാചകന്മാരിലെ ഏറ്റവും ഒടുവിലത്തെ പ്രവാചകനായിട്ടുള്ള സ്നാപയോനാന്റെ ജീവിതത്തിൽ പോലും കുറ്റം കണ്ടുപിടിക്കാനായിട്ട് അന്നത്തെ സമൂഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈശോയും സ്നാപയോനാനും സമൂഹം രണ്ടു കുറ്റം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവിടെ നിർത്തിയില്ല. ഈശോ പറയുകയാണ്, ഞാനും അതിന്റെ പ്രവൃത്തികൾ കൊണ്ട് നീതീകരിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ശരിയെന്ന് തോന്നുന്നത് ദൈവഹിതത്തിന് അനുസൃതമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ആളുകൾ എന്തും പറഞ്ഞു പോകട്ടെ, അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരെ കുറ്റം പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികൾ പകുതിക്ക് വെച്ച് നിർത്താനായിട്ട് ഇടവരരുത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷം ഭാഗമായി ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത, ഒരു ത്വര നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അടക്കി കളയാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട്, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തെ വലിയ തരത്തിൽ ബാധിക്കാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. ഈ രണ്ട് കാര്യങ്ങൾക്കായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതിനും എല്ലാവരെയും സമഗ്രമായിട്ട്